പാകിസ്ഥാനിൽ അതിരൂക്ഷമായ ആഭ്യന്തര കലാപമാണ് നടക്കുന്നതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലാണ് ഈ സംഘർഷം. ഖൈബർ പഖ്തൂൺ മേഖലയാണത്. കലാപത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 46 പേരാണ്. 200-ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഈ പരിക്കേറ്റവരുടെ പലരുടെയും നില ഗുരുതരമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം പതിവായ മേഖലയാണിത്. അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്നൊരു മേഖലയാണ്. ഇവിടെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷം. ഖുറം ജില്ലയിലാണ് ഏറ്റവും വലിയ സംഘർഷം. ഇവിടെ സംഘർഷത്തിൽ ഏർപ്പെടുന്നവർ ആയുധങ്ങളുമായി, പ്രത്യേകിച്ച് റോക്കറ്റ് ലോഞ്ചറുകളും ഒപ്പം തന്നെ മോട്ടോർ ഷെല്ലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത്. ഈ ഒരു ആക്രമണത്തെ അടിച്ചമർത്താനായിട്ട് പാക് ഭരണകൂടം ശ്രമിക്കുന്നില്ല എന്ന് വലിയൊരു പരാതിയും ഉയരുന്നുണ്ട്. അതിന് ഈ രണ്ട് കൂട്ടരും ആധുനിക രീതിയിലുള്ള ലോഞ്ചറുകളും മറ്റും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആക്രമണം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോലീസും മറ്റും എത്താത്തത്. പക്ഷേ സൈന്യവും ഇടപെട്ടിട്ടില്ല. കാരണം അഫ്ഗാനോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖല തന്നെയാണ്. അതായത് വലിയ രീതിയിലുള്ളൊരു ആഭ്യന്തര പ്രശ്നമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയം. ഏതായാലും വലിയ രീതിയിലുള്ള കലാപം പാകിസ്ഥാനിൽ കത്തിപ്പടരുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ്. കാരണം ബലൂചിസ്ഥാൻ്റെ വേണം എന്നാവശ്യപ്പെടുന്ന ഒരു വിഭാഗം വലിയ സമരങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരുന്നത്. അത്തരം ഒരു മേഖല കൂടിയാണിത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.